ഹായ് ഗായ്സ്, എന്താ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രാവലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ ട്രാവലർ വന്നു. AC ട്രാവലറിലാണ് ഇവിടെ പോണത്. പുറത്ത് നല്ല ചൂടാണ്. ഇതില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ തൊട്ട് ഈ ട്രാവലർ നമ്മളൊപ്പം ഉണ്ടാവും. ഈ ട്രാവലറിലാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേരളം, ഏകദേശം ഒരു കേരളം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഞങ്ങളെ എനർജിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നൈറ്റ് ഒരൊറ്റ എട്ടരയായി ഞങ്ങളവിടെ എത്താം. അപ്പോൾ പിന്നെ എന്താ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ കയറി. മലയാളി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങളെ പോലെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ മലയാളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി പ്ലേറ്റൊക്കെ വാങ്ങി ഫുഡ് കഴിച്ചു. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫുഡാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കണ മാതിരി അത്രയും ടേസ്റ്റാണ്. മലയാളി ഹോട്ടലായതുകൊണ്ട് തന്നെ മലയാളി ഫിലിമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കഫേ പോലെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയേണ്ടവർക്ക് വേണ്ട എടുക്കാം. ഞാൻ പൊറോട്ട എടുത്ത്, ചപ്പാത്തിയും റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് സ്റ്റേയിലാണ്. അപ്പോഴത്തേനും ഒരു 9 മണി 9:30. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 5 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 5 റൂമാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിൽ പൊതുവേ എല്ലായിടത്തും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ ഷോപ്പാണ്. ഗൈസ് അവിടെ കൂടുതൽ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വൈൻ ഷോപ്പ് ഉണ്ട്. അത് മാത്രമല്ല എല്ലായിടത്തും ഉള്ളത് കൊണ്ട് ചീപ്പ് റേറ്റാണ് ഗൈസ് അതിനൊക്കെ. കുട്ടികളായതുകൊണ്ട് അതാണ് ആദ്യം പോയി നോക്കിയത്. പറഞ്ഞില്ല വൈൻ ഷോപ്പിൽ കുറേ കുപ്പികൾ നിരനിരയായിരിക്കുന്നു. അതിൻ്റെ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടതെന്ന് അറിയാലോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി റിസപ്ഷൻ സ്ഥലത്തേക്ക് പോയി. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമായിരുന്നു ഗൈസ്. കുറേ അക്വേറിയത്തിൽ വലിയ വലിയ മീൻ ഇട്ടിച്ചാണ്. കണ്ടില്ലേ? ഇതാ ഇത് നിങ്ങൾ ID കാർഡ് തരാൻ പറഞ്ഞ ഫോൺ എവിടെ ഇരിക്കണേ? ആദ്യത്തിന് തൊട്ടടുത്തടുത്തുള്ള റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഒരു 9:30 കാണും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്തായാലും 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സ്ഥലം നിറയത്തുകൊണ്ട് അവിടുത്തെ ഒരു വാച്ച്മാനോട് വെച്ചുകൂടെ എവിടെ കാണാൻ സ്ഥലം. അയാൾ കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ കണ്ണൻ്റെ ബാക്കിൽ കടപ്പുറം ഉണ്ട് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, കുറച്ചേരം നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നടക്കൽ തുടങ്ങി. പിന്നെയാണ് മനസ്സിലായി 3 കിലോമീറ്റർ ഞങ്ങൾ നടന്നത്. ഇതേ കണ്ടില്ലേ, നോ പാർക്കിംഗ് ഏരിയ ഇതൊരു കാളൊന്നും എടുക്കണം. അവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ പിന്നെ പറയാനില്ല ഗൈസ്. അവിടെ ഭയങ്കര ബൾബൊക്കെ, ഭയങ്കര ഡെക്കറേഷനാണ് എല്ലാ കാര്യത്തിനും. കണ്ടില്ലേ? എല്ലാതും ആ കാണുന്ന ലൈറ്റൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റ്സാണ്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ വന്ന് കിടന്നു തുടങ്ങി ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം സെയിം സ്ഥലത്തു നിന്നാണ് നമുക്ക് ഫുഡ് ഉള്ളത്. ഞാൻ കുറേ സ്റ്റില്ലൊക്കെ എടുത്തു. അപ്പം ഇന്ന് ഗോവ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. രാവിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ബൂരും മക്രോണിയും കുറുമക്കറിയും ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് എഴുതിയ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു കൊതുവാണ്. കണ്ടില്ലേ? വലിയൊരു കൊതു. ഞങ്ങൾ ഫസ്റ്റ് പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഗോഡ ഒരു കോട്ടയാണ്.
അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസ് പണ്ടൊക്കെ തോക്കുകളൊക്കെ സൂക്ഷിച്ചൊരു സ്ഥലം എന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതെ ഇരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയത് സെക്യൂരിയം ബീച്ചിലേക്കാണ്. ആനന്ദ മൂവി എടുത്ത സ്ഥലമാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് അതാ കാണുന്നു, ആ സ്ഥലത്തേക്ക് പോകണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഉണ്ണികളൊക്കെ കൂടിയിട്ട് വേഗം അവർക്ക് കിടപ്പുറം കണ്ട അങ്ങനെയാണല്ലോ, കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ വേറെ രക്ഷയില്ലാതെ അവർ പുറകെ പോയി. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല ഗൈസ്. നല്ല രസമാണ് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നല്ല വെയിലാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നല്ലൊരു കാറ്റും ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ആ ഒരു വ്യൂ ആണ് മെയിൻ. അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുക്കണം. എന്തായാലും വേണ്ടില്ല, 2-3 സ്റ്റില്ല് എടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ എടുത്തോട്ടോ. ഉണ്ണികളൊക്കെ ഓടിപ്പോയി കടലിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിനൊക്കെ പിടിച്ചിടണമെന്ന് വീണ്ടും ഫോട്ടോ എടുക്കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടാവാം അടുത്ത സ്ഥലം കാണാൻ പോയി. അപ്പോൾ നമ്മൾ അതേ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് ഉച്ചത്തെ ഫുഡും. ഞങ്ങൾ പോയപ്പോൾ ആ സമയത്ത് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ വേറെ ടൂറിസ്റ്റുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കുക സീറ്റ്. ഞങ്ങൾ വലിയൊരു സീറ്റിൽ ഇരുന്ന് എല്ലാവരും കൂടി ഒപ്പം ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാ കണ്ടില്ലേ, അവിടെ ഒരു സമയമാണ് ദദ്ദാ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അവിടെ തൂക്കുപാലൊക്കെ ഉണ്ട് ഗൈസ്. നൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പ്രത്യേക ഒരു രസമാണ് അവിടെ. ഞങ്ങൾ നൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ കയറ്റം കയറില്ല, കയറ്റം തിരിയുമ്പോൾ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ എപ്പോഴും ആ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്, നിരനിരയായി കാണുന്ന. പിന്നെ അവിടെ കേരളത്തിൽ നിന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മറ്റേ 2 നില ബസ്സില്ലേ, ആ ബസ് കാണാൻ പറ്റും അവിടെ കുറേ. നമ്മൾ പൊതുവേ കേരളത്തിൽ ഇല്ലാത്തതാണ്, ഇടയ്ക്കിടയ്ക്ക് പോകണം. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം ഗൈസ്. ആരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.